Pointers. This is one of the exciting features of C language. ഇതുവരെ നമ്മൾ കണ്ട C ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സിനേക്കാളൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഫീച്ചർ മേക്സ് ദി C ലാംഗ്വേജ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് പവർഫുൾ ദാൻ അതർ ഹൈ ലെവൽ ലാംഗ്വേജസ്. ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ലാംഗ്വേജസിനേക്കാളൊക്കെ C ലാംഗ്വേജിനെ പവർഫുൾ ആൻഡ് ഫ്ലെക്സിബിൾ ആക്കുന്നത് ഈ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് പോയിൻറ്റർ? ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ഇൻ സി. സിയിലുള്ള ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. ആൻഡ് എ പോയിൻറ്റർ കണ്ടെയ്ൻ മെമ്മറി അഡ്രസ് ആസ് ദെയർ വാല്യൂ. അതായത് ഒരു പോയിൻറ്ററിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. അപ്പോൾ എന്തിനാണ് ഒരു പോയിൻറ്ററിനകത്ത് മെമ്മറി അഡ്രസ്സ് വയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എ പോയിൻറ്റർ ക്യാൻ ബി യൂസ് ടു ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ദി മെമ്മറി. അതായത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഒരു ഡേറ്റ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോയിൻറ്റർ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഐഡൻറ്റിഫയർ. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ വെക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യും. ആ ഐഡൻറ്റിഫയറിലേക്കാണ് നമ്മൾ ഡേറ്റ അസൈൻ ചെയ്യുക. അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഐഡൻറ്റിഫയർ വെച്ചിട്ടാണ് അത് ആക്സസ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിം യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നേരിട്ട് ആ മെമ്മറി അഡ്രസ്സ് വെച്ചിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പോയിൻറ്റേഴ്സ്. അപ്പോൾ എന്തിനാണ് നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യേണ്ട ഒരാവശ്യം വരിക? അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണത് യൂസ് ചെയ്യുകയൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് പോയിൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് എന്ന്. അപ്പോൾ ആദ്യം തന്നെ പോയിൻറ്ററിനകത്ത് മെമ്മറി അഡ്രസ്സാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മെമ്മറി എങ്ങനെയാണ് ഇരിക്കുക നോക്കാം. അപ്പോൾ ഒരു മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലൊക്കേഷൻസാണ്. മെമ്മറിയിലാണ് നമ്മുടെ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറി മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. മെമ്മറിയിൽ ആയിരിക്കും നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക, അതിൻ്റെ ഡേറ്റ എല്ലാം മെമ്മറിയിലാണ് ഉണ്ടാവുക. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലൊക്കേഷൻസാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ലൊക്കേഷൻസാണ് മെമ്മറി എന്ന് പറയുന്നത്. അതിൽ ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ്, അതിനാണ് നമ്മളൊരു ലൊക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ഓരോ ലൊക്കേഷനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അഡ്രസ്സ് 0 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂമറിക് വാല്യൂ ആണ്. 0, 1, 2, 3, 4 അങ്ങനെ പറഞ്ഞിട്ട് മെമ്മറിയുടെ ഓരോ ലൊക്കേഷനെയും നമ്മളിങ്ങനെ നമ്പർ ചെയ്തിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്പർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മെമ്മറി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ ലൊക്കേഷൻസാണ്. ഇതിൽ ഓരോ ലൊക്കേഷനും നമ്മൾ നമ്പർ കൊടുത്തിരിക്കും. ഫസ്റ്റ് ലൊക്കേഷന് നമ്പർ 0, 1, 2, 3 അങ്ങനെ എത്ര സൈസ് മെമ്മറിയുടെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ആ ലൊക്കേഷൻ്റെ നമ്പർ എവിടെ വരെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി അഡ്രസ്സ് ബൈറ്റ് വെച്ചിട്ടാവാം അഡ്രസ്സ്, അതായത് ഓരോ ബൈറ്റിനെ ആവാം നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ 2 ബൈറ്റ്സിനൊക്കെ ആവാം. അതിന് നമ്മൾ വേർഡ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈറ്റിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓരോ ബൈറ്റിനും നമ്മൾ ഓരോ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി ഇങ്ങനെ കിടക്കുകയാണ്. ഓരോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ബൈറ്റായിട്ടാണ് ഞാൻ പറയാൻ പോണത്. ഓരോ ബൈറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്, ഡിക്ലറേഷൻ എഴുതുകയാണ്. ഇൻറ്റ് മാർക്ക് ഈക്വൽ ടു 56. ഇങ്ങനൊരു ഡിക്ലറേഷൻ എഴുതിയാൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഒരു മെമ്മറി ലൊക്കേഷൻ ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തു. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനിൽ 56 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു. ഇനി 56 എന്ന് പറഞ്ഞ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ നെയിമാണ്. അപ്പോൾ മാർക്ക് എന്നുള്ളതാണ് ഈ മെമ്മറി ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന പേര്. ഇപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തു, അതിനകത്ത് 56 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചു, അതിനൊരു പേര് കൊടുത്തു മാർക്ക് എന്ന്. ഇനി എപ്പോഴൊക്കെയാണോ നമുക്ക് ഈ 56 യൂസ് ചെയ്യേണ്ടി വരിക അവിടെയൊക്കെ നമ്മൾ മാർക്ക് എന്നാണ് യൂസ് ചെയ്യുക. ഈ മാർക്കാണ് നമ്മുടെ വേരിയബിൾ നെയിം അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഈ 56 എന്ന് പറയുന്നതാണ് ആ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷനാണല്ലോ. ഈ മെമ്മറി ലൊക്കേഷന് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ലേ? സപ്പോസ് 2068 എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് എന്താണെന്ന് സാധാരണ ഒരു പ്രോഗ്രാമർ അറിയില്ല. അത് ഓരോ തവണ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും ഓരോ അഡ്രസ്സിലായിരിക്കാം ഇത് പോയി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും അത് ആക്സസ് ചെയ്യാറ്. നമുക്ക് അഡ്രസ്സ് നേരിട്ട് അറിയാൻ പറ്റില്ല, ഇന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഒരു വേരിയബിൾ നെയിമൊക്കെ ഇട്ടിട്ട് അതിനെ ആക്സസ് ചെയ്യണത്. അപ്പോൾ ഏതൊരു വേരിയബിൾ എടുക്കുകയാണെങ്കിലും അതിനൊരു വേരിയബിൾ നെയിം ഉണ്ട്, അതിനൊരു അഡ്രസ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 56 എന്ന് പറഞ്ഞ വാല്യൂ ആക്സസ് ചെയ്യാൻ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തത് ഈ വേരിയബിൾ നെയിമാണ്.
നമുക്ക് വേണമെങ്കിൽ ഈ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് 56നെ ആക്സസ് ചെയ്തൂടെ? അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടിന് നമ്മൾ പേരിടും, അതുപോലെ വീടിനൊരു നമ്പറുണ്ടാവും. അപ്പോൾ ആ ഒരു വീടിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വീട്ടുപേര് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വീടിൻ്റെ നമ്പർ വെച്ചിട്ടും പറയാം. രണ്ടും ഒരു വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പേര് വെച്ചിട്ടാണ് ഒരു വേരിയബിളിനെ, ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടും ആക്സസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ അഡ്രസ്സ് അറിയോ? അത് നമുക്ക് അറിയാൻ പറ്റില്ല അഡ്രസ്സ് എന്താണെന്നുള്ളത്. അത് റൺ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ മെമ്മറി ഫ്രീ ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും, അവിടെ വാല്യൂ വയ്ക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനി അഡ്രസ്സ് വെച്ചിട്ട് എങ്ങനെ ആക്സസ് ചെയ്യും നോക്കാം. അപ്പോൾ ഞാനിവിടെ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നെയിം, അതിൻ്റെ മെമ്മറി ഇതാണ്, അതിൻ്റെ അഡ്രസ്സ് 2068 ആണ്. നേരത്തെ പറഞ്ഞത് ഇവിടേക്കൊന്ന് എടുത്തെഴുതിയതാണ്. ഇനി ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വേരിയബിൾ എടുക്കുകയാണ്, പി എന്ന് പറഞ്ഞ വേരിയബിൾ. അതിന് വേണ്ടിയിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി 3000 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ്. 3000 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ഈ മെമ്മറിയിൽ നമ്മൾ എന്താ വയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ഓഫ് മാർക്കാണ് വയ്ക്കുക. അപ്പോൾ മാർക്കിൻ്റെ അഡ്രസ്സ് എന്താണ്? 2068 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് നമ്മൾ മാർക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്രസ്സ് എവിടെ വയ്ക്കുക? പിയിൽ വയ്ക്കുക. അപ്പോൾ പി എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ആ വേരിയബിളിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതാണ് നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിളിനകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ഓഫ് മാർക്കാണ്. ഈ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയാം. എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഈ വേരിയബിൾ പി എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്താണുള്ളത്? മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ അതാണ്. വേരിയബിൾ പി കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് വേരിയബിൾ മാർക്ക്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? വേരിയബിൾ പി ഈസ് പോയിൻറ്റിങ് ടു മാർക്ക് എന്ന് പറയാം. കാരണം വേരിയബിൾ പിയുടെ അകത്ത് എന്താണുള്ളത്? മാർക്കിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ മാർക്കിൻ്റെ അഡ്രസ്സിലേക്കാണ് പോയിൻ്റ് ചെയ്യണത്, അല്ലെങ്കിൽ മാർക്കിലേക്കാണ് ഇത് പോയിൻ്റ് ചെയ്യണമെന്ന് പറയാം. അങ്ങനെയാണ് നമ്മളൊരു പോയിൻ്ററിനെ ഡിഫൈൻ ചെയ്യുക. ഇപ്പോൾ അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് ഒരു പോയിൻ്ററാണ്. വേരിയബിൾ പോയിൻ്റർ പി ഈസ് പോയിൻറ്റിങ് ടു വേരിയബിൾ മാർക്ക്. അപ്പോൾ പോയിൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റ്സ് പറയാം. ഫസ്റ്റ് വൺ, പോയിൻ്റർ കോൺസ്റ്റൻറ്റ്. A pointer constant as a memory address within a computer. നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് നമ്മൾ പറയാം. ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് നമ്മൾ പറയാം. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റിജറിൻ്റെ വാല്യൂ, അതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം, ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. 5 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. 100 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതേപോലെ നമുക്കൊരു പോയിൻ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. പോയിൻ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെമ്മറി അഡ്രസ്സാണ്. സോ വി ക്യാനോട്ട് ചേഞ്ച് എ മെമ്മറി അഡ്രസ്സ്. അതായത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ പോയിൻ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ മെമ്മറി അഡ്രസ്സുകൾ കമ്പ്യൂട്ടറിനകത്തുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ പോയിൻ്റർ കോൺസ്റ്റൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആ മെമ്മറി അഡ്രസ്സുകൾ എടുത്ത് യൂസ് ചെയ്യാം. ആ മെമ്മറി അഡ്രസ്സുകളെ നമുക്ക് റെഫർ ചെയ്യാം, പക്ഷേ വി ക്യാനോട്ട് ചേഞ്ച് ദറ്റ് മെമ്മറി അഡ്രസ്സസ്. അപ്പോൾ അങ്ങനെയുള്ള ആ മെമ്മറി അഡ്രസ്സുകളെയാണ് നമ്മൾ പോയിൻ്റർ കോൺസ്റ്റൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, പോയിൻ്റർ വാല്യൂ. പോയിൻ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ ആൻഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദി അഡ്രസ് ഓപ്പറേറ്റർ ആൻഡ്. അപ്പോൾ ഒരു പോയിൻ്റർ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോയിൻ്റർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, അതാണ് പോയിൻ്റർ വാല്യൂ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ ആണ്. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം, ഇപ്പോൾ മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ആ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പി എന്ന് പറഞ്ഞ പോയിൻ്ററിലേക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ ആമ്പസാൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഈ ആമ്പസാൻഡ് ഓപ്പറേറ്ററിനെയാണ് നമ്മൾ അഡ്രസ് ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ആമ്പസാൻഡ് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളത് ബൈനറി ഓപ്പറേറ്ററായിട്ട് ആമ്പസാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ബിറ്റ് വൈസ് ആൻഡിന് വേണ്ടിയിട്ട്. ഇത് യൂണറി ഓപ്പറേറ്റർ ആമ്പസാൻഡാണ്. അതായത് ഇതിനൊരൊറ്റ ഓപ്പറാൻഡേ ഉള്ളൂ. ആ ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്രസ് ഓപ്പറേറ്ററാണ് നമ്മൾ എടുക്കുക, അതായത് ആമ്പസാൻഡാണ് ആ ഓപ്പറേറ്റർ. അപ്പോൾ പോയിൻ്റർ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പോയിൻ്റർ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ ദെൻ പോയിൻ്റർ വേരിയബിൾ നമ്മളിപ്പോൾ കണ്ട പി എന്ന് പറഞ്ഞ വേരിയബിൾ പറഞ്ഞു, വേരിയബിൾ പി പോയിൻറ്റിങ് ടു വേരിയബിൾ മാർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയുക. ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ ഒബ്റ്റെയിൻഡ് ത്രൂ അഡ്രസ് ഓപ്പറേറ്റർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ അനദർ വേരിയബിൾ. അപ്പോൾ നമ്മൾ
ആമ്പസാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അഡ്രസ്സ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന അഡ്രസ്സിന് നമുക്ക് വേറൊരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാം. ആ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിൻ്റർ വേരിയബിൾ. അതിന് എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പി ഈക്വൽ ടു ആമ്പസാൻഡ് മാർക്ക്. അതായത് മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് പി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ ദിസ് പി ഷുഡ് ബി എ പോയിൻ്റർ വേരിയബിൾ. ഒരു നോർമൽ വേരിയബിളിലേക്ക് നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. ദെൻ ദി ആൻഡ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് വിത്ത് എ സിമ്പിൾ വേരിയബിൾ ഓർ ആൻ അറേ എലമെൻറ്റ്. അതായത് ഇപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വേരിയബിളാണ്. അപ്പോൾ ഞാനൊരു ഫ്ലോട്ട് എഫ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വേരിയബിളാണ്. അപ്പോൾ എനിക്ക് ആമ്പസാൻഡ് എഫ് എന്ന് യൂസ് ചെയ്യാം. അതായത് സാധാരണ ഒരു വേരിയബിൾ നെയിമിൻ്റെ കൂടെ എനിക്ക് ആമ്പസാൻഡ് യൂസ് ചെയ്യാം. പിന്നെ അത് യൂസ് ചെയ്യാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അറേ എലമെൻറ്റ്. അതായത് എ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ടെങ്കിൽ എ ഓഫ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5th എലമെൻറ്റ് ഓഫ് അറേയാണ്. ആമ്പസാൻഡ് എ ഓഫ് 5 എന്ന് പറയാം. കാരണം എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതാ അതായിരിക്കും ഇത് റിട്ടേൺ ചെയ്യാം. ഈ സിമ്പിൾ വേരിയബിളിൻ്റെ കൂടെയും അറേ എലമെൻറ്റിൻ്റെ കൂടെയും അല്ലാതെ വേറെ എവിടെയും നമ്മൾ ആമ്പസാൻഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇല്ലീഗൽ യൂസസ് ഞാനിവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് കൂടെ ആമ്പസാൻഡ് 343 ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതാൻ പാടില്ല. ദെൻ എക്സ് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടൊരു അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആമ്പസാൻഡ് എക്സ് എന്ന് പറയുകയാണ്. അങ്ങനെയും പറയാൻ പാടില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അറേ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അറേ നെയിം എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, പോയിൻ്റർ ടു ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അറേയാണ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് എന്ത്, എക്സ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ആമ്പസാൻഡ് എക്സ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉള്ളതിന് വേണമെങ്കിൽ ആമ്പസാൻഡ് എക്സ് ഓഫ് 0 എന്ന് പറയാം. അതേസമയം ആമ്പസാൻഡ് എക്സ് എന്ന് പറയാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ എക്സ് ഒരു അറേയാണെങ്കിൽ. പിന്നെ നമുക്ക് ആമ്പസാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷനൊന്നും കൊടുക്കാൻ പാടില്ല. ആമ്പസാൻഡ് എ പ്ലസ് ബി അല്ലെങ്കിൽ ആമ്പസാൻഡ് എ പ്ലസ് 1 ഇങ്ങനെ എക്സ്പ്രഷനും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, സിമ്പിൾ വേരിയബിളിൻ്റെ കൂടെയും അറേ എലമെൻറ്റിൻ്റെ കൂടെ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മളൊരു ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 bytes ആണ് സൈസ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4 bytes ആണ് സൈസ്. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞ സമയത്ത് ഏത് ബൈറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു വേരിയബിളിന് വേണ്ടിയിട്ട് 4 bytes നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സാണ് നമ്മൾ ആമ്പസാൻഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ആമ്പസാൻഡ് ഓഫ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീജറിന് 2 bytes എടുക്കുമെങ്കിൽ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. ആമ്പസാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ കൊടുത്താൽ 4 bytes അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ്സായിരിക്കും ആമ്പസാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അതെ, ഒരു പോയിൻ്റർ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക നോക്കുക. ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ഡേറ്റ ടൈപ്പ് സ്പേസ് സ്റ്റാർ PTR നെയിം, പോയിൻ്റർ നെയിം. നമ്മൾ സാധാരണ ഒരു വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, എ എസ് ആൻ ഇൻറ്റീജർ വേരിയബിൾ എന്നാണ് മീനിങ്. അതൊരു പോയിൻ്റർ ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇൻറ്റ് സ്റ്റാർ എന്ന് എഴുതുക. അതായത് ഡേറ്റ ടൈപ്പ് പറയുക, അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു സ്റ്റാർ കൊടുക്കുക, അതിനുശേഷം വേരിയബിൾ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്പേസ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ, ഇൻറ്റ് സ്റ്റാർ എ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറയാം, ഇൻറ്റ് സ്പേസ് സ്റ്റാർ സ്പേസ് എ, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതാറുണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ഡേറ്റ ടൈപ്പ് എഴുതണു, സ്പേസ് ഇടണു, സ്റ്റാർ വേരിയബിൾ നെയിം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോയിൻ്റർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ ഒരു പോയിൻ്റർ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ കാണുമ്പോൾ കമ്പൈലറിന് എന്തൊക്കെയാണ് മനസ്സിലാവുക. ദി ആസ്റ്ററിസ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ദാറ്റ് ടെൽസ് ദാറ്റ് ദി വേരിയബിൾ PTR നെയിം എസ് എ പോയിൻ്റർ വേരിയബിൾ. സ്റ്റാർ കാണുമ്പോഴാണ് അതൊരു പോയിൻ്റർ വേരിയബിൾ ആണെന്ന് മനസ്സിലാവുക. അപ്പോൾ പോയിൻ്റർ വേരിയബിൾ ആണെങ്കിൽ ദാറ്റ് നീഡ്സ് എ മെമ്മറി ലൊക്കേഷൻ എന്ന് കമ്പൈലറിന് മനസ്സിലാവും. ആൻഡ് ദി PTR നെയിം പോയിൻറ്റ്സ് ടു എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഡേറ്റ ടൈപ്പ്. നമ്മളിപ്പോൾ ഇൻറ്റ് എ എന്ന് എഴുതിയ അതിൻ്റെ മീനിങ് എന്താ, എ ഇസ് ആൻ ഇൻറ്റീജർ. അതായത് എയ്ക്ക് വേണ്ടിയിട്ടൊരു മെമ്മറി ലൊക്കേഷൻ വേണം. ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വാല്യൂവിൻ്റെ ടൈപ്പ് ഇൻറ്റീജറാണ്. അതായത് എ എന്ന് പറഞ്ഞ വേരിയബിളിന് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യണം, അതിനകത്ത് നമ്മളൊരു ഇൻറ്റീജർ സ്റ്റോർ ചെയ്യുന്നതാണ് ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അതേസമയം ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ ഇസ് എ പോയിൻ്റർ വേരിയബിൾ ആൻഡ് എ പോയിൻറ്റ്സ് ടു ആൻ ഇൻറ്റീജർ. അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വേരിയബിളിലേക്കാണ് എ പോയിൻ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് എയുടെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റീജർ ആണെന്നല്ല അതിൻ്റെ മീനിങ്.
എയുടെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഒരു അഡ്രസ്സാണ്. പോയിൻ്റർ ആണെങ്കിൽ അതിനകത്ത് എന്തായാലും അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. ഈ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് വേറൊരു വേരിയബിളിൻ്റെയാണ്. ആ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻറ്റീജറാണ്. അപ്പോൾ ഒരു പോയിൻ്റർ വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പോയിൻ്റർ എന്ത് ടൈപ്പ് വേരിയബിളിലേക്കാണ് പോയിൻ്റ് ചെയ്യണത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇൻറ്റ് സ്റ്റാർ പി ടി ആർ മീൻസ് പി ടി ആർ ഇസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു ആൻ ഇൻറ്റീജർ വേരിയബിൾ. ഫ്ലോട്ട് സ്റ്റാർ പി ഈസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിൾ. അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. ദെൻ ഇനീഷ്യലൈസിങ് എ പോയിൻ്റർ വേരിയബിൾ. ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യുക. ഇവിടെ നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഒരു അഡ്രസ്സാണ്. പോയിൻ്റർ വേരിയബിളിലേക്ക് നമ്മൾ അഡ്രസ്സ് അല്ലേ അസൈൻ ചെയ്യുക. സോ അസൈനിങ് അഡ്രസ് ഓഫ് എ വേരിയബിൾ ടു എ പോയിൻ്റർ വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനീഷ്യലൈസിങ് എ പോയിൻ്റർ വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുക എങ്ങനെ നോക്കുക. ഞാനിവിടെ ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എനിക്ക് മാർക്കിൻ്റെ അഡ്രസ്സ് പിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പി ഈക്വൽ ടു ആംപർസാൻഡ് മാർക്ക് എന്ന് പറയാം. അതിനർത്ഥം പി ഈസ് പോയിൻറ്റിങ് ടു മാർക്ക് എന്നാണ്. ഇനി ഈ പി വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? മാർക്കിനകത്തുള്ള വാല്യൂ എടുക്കാം. അതെങ്ങനെയാണ് എടുക്കുക നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ പി വെച്ചിട്ട് മാർക്കിനകത്തുള്ള വാല്യൂ എടുക്കാം. ഇനി ഈ പിയുടെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസാൻഡ് മാർക്ക്. ഇങ്ങനെ എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ മാർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ മുന്നേ ആയിട്ട് ഇൻറ്റ് മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഇത് മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം എന്തെഴുതാം? മാർക്കിലേക്കുള്ള പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ഇനീഷ്യലൈസ് ചെയ്യും കൂടെ ചെയ്യാം. ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസാൻഡ് മാർക്ക്. ഇനി വേണമെങ്കിൽ മാർക്കിൻ്റെ ഡിക്ലറേഷനും പിയുടെ ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും എല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ ചെയ്യാം. ഇൻറ്റ് മാർക്ക് കോമ സ്റ്റാർ പി ഈക്വൽ ടു ആംപർസാൻഡ് മാർക്ക്. അതായത് മാർക്ക് ഇസ് ആൻ ഇൻറ്റീജർ വേരിയബിൾ, പി ഈസ് എ പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു ഇൻറ്റീജർ ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു മാർക്ക്, വേരിയബിൾ നെയിം മാർക്ക്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഈ മാർക്കാണ്. ഈ ഡിക്ലറേഷനിൽ ആദ്യം മാർക്കിനെ ഡിക്ലെയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു മാർക്ക് ആംപർസാൻഡ് മാർക്ക് കോമ മാർക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. ആദ്യം എന്തെഴുതുക? ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ ടൈപ്പ് പറഞ്ഞിട്ട് ഇൻറ്റീജർ വേരിയബിൾ നെയിം എഴുതുക. അതിനുശേഷമാണ് അതിലേക്കുള്ള പോയിൻ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല പി എങ്ങനെയാണ് പോയിൻ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റീജർ നമ്മൾ ഡിക്ലെയർ ചെയ്യണു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിനി ഭാവിയിൽ അതിനകത്തേക്ക് എന്തെങ്കിലും വെക്കാനേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റ് എ ഈക്വൽ ടു 0 എന്നൊക്കെ നമ്മൾ ആദ്യം ഗാർബേജ് വാല്യൂ മാറ്റാൻ വേണ്ടി നമ്മൾ 0 എന്ന് വെച്ച് ഇനിഷ്യലൈസ് ചെയ്യില്ലേ? അതേപോലെ ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യാണ്, അതിനകത്ത് ഒരു ഗാർബേജ് വാല്യൂ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്കതിനെ വേണമെങ്കിൽ ഇപ്പോൾ ഇൻറ്റീജറൊക്കെ 0 എന്ന് അസൈൻ ചെയ്യണ പോലെ നമുക്ക് എന്ത് ചെയ്യാം? പോയിൻ്ററിനകത്തേക്ക് വേണമെങ്കിൽ നൾ എന്ന് വെക്കാം. നൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ പോയിൻ്ററാണ്. അത് പോയിൻറ്റ്സ് ടു നത്തിങ്. അതാണ് നള്ളിൻ്റെ മീനിങ്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു നൾ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ നള്ളെന്ന് എഴുതുന്ന പോലെ തന്നെയാണിത്. അതേസമയം നമുക്ക് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു, അതായത് ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു 123 ഇങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പോയിൻ്ററിനകത്തേക്ക് അസൈൻ ചെയ്യാൻ പറ്റുക ഒരു അഡ്രസ്സ് അസൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ നൾ അസൈൻ ചെയ്യാം, അല്ലെങ്കിൽ 0 അസൈൻ ചെയ്യാം. അല്ലാതെ വേറെ ഒന്നും പിയുടെ അകത്തേക്ക് അസൈൻ ചെയ്യാൻ പാടില്ല. ദെൻ എൻഷുർ ദാറ്റ് ദി പോയിൻ്റർ വേരിയബിൾസ് ഓൾവേസ് പോയിൻറ്റ് ടു ദി കറസ്പോണ്ടിങ് ടൈപ്പ്. അതായത് നമ്മൾ ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഇത് ഇൻറ്റീജർ ആണെന്നാണ് ഡിക്ലെയർ ചെയ്തത്. ഇൻറ്റ് സ്റ്റാർ പി എന്ന് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിനകത്തേക്ക് അസൈൻ ചെയ്യേണ്ടത് ഒരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് തന്നെയാണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിളിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്യരുത്. അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നിന്ന് ആക്സസ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ആയിരിക്കില്ല. ആ കറക്റ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ ആയിരിക്കില്ല നമുക്ക് കിട്ടുക, വേറെ എന്തോ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് പ്രോഗ്രാമറുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ എന്ത് ഡേറ്റ ടൈപ്പാണോ പോയിൻ്റർ വേരിയബിളിന് കൊടുത്തത് അതേ ടൈപ്പ് വേരിയബിളിലേക്ക് തന്നെ അതിനെ പോയിൻ്റ് ചെയ്യിക്കുക എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ കമ്പൈലർ എറർ കാണിക്കില്ല. നിങ്ങളിപ്പോൾ ഒരു ഫ്ലോട്ട് എഫ് എന്ന് കൊടുക്കുകയാണ്, ഏതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾ എഫ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. ദെൻ ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസാൻഡ് എഫ് എന്ന് പറഞ്ഞാൽ കമ്പൈലർ എററൊന്നും കാണിക്കില്ല. ചില കമ്പൈലേഴ്സ് ഇതിനൊരു വാണിംഗ് കാണിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ എറർ കാണിക്കില്ല.
അപ്പോൾ ഇതിന് എറർ എവിടെയാണ് ഉണ്ടാവുക? റൺ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റ് പോയിൻ്റർ ടൈപ്പിലേക്ക് തന്നെയാണ് പോയിൻ്റ് ചെയ്യണത്, കറക്റ്റ് വേരിയബിൾ ടൈപ്പിലേക്കാണ് പോയിൻ്റ് ചെയ്യണതെന്നുള്ള എൻഷുർ ചെയ്യേണ്ടത് പ്രോഗ്രാമറാണ്. ദെൻ ഇപ്പോൾ നമ്മൾ ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനകത്തേക്ക് വാല്യൂ അല്ലെങ്കിൽ അഡ്രസ്സ് അസൈൻ ചെയ്തു. ഇനി ആ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ പോയിൻ്റ് ചെയ്യണ വേരിയബിളിനകത്തുള്ള വാല്യൂ ആക്സസ് ചെയ്യാം. ആക്സസിങ് എ വേരിയബിൾ ത്രൂ ഇറ്റ്സ് പോയിൻ്റർ. ദിസ് ഇസ് ഡൺ ബൈ യൂസിങ് ദി യൂണറി ഓപ്പറേറ്റർ സ്റ്റാർ. നമ്മൾ നേരത്തെ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ കണ്ടിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ എ സ്റ്റാർ ബി എന്നൊക്കെ എഴുതുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണറി ഓപ്പറേറ്റർ സ്റ്റാർ ആണ്. യൂണറി ഓപ്പറേറ്റർ സ്റ്റാർ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടു, നമ്മൾ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് സ്റ്റാർ പി എന്ന് എഴുതിയിരുന്നു. ഇതിൻ്റെ മീനിങ് എന്താ? പി ഈസ് എ പോയിൻ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ സ്റ്റാർ ഇട്ടത്. അല്ലാണ്ട് പിയുടെ മുകളിൽ ഈ സ്റ്റാർ എന്ന് പറഞ്ഞത് ഇതൊരു ഓപ്പറേഷനും ചെയ്യണില്ല. ഇവിടെ സ്റ്റാർ ഉപയോഗിച്ചത് പോയിൻ്ററാന്ന് കാണിക്കാനാണ്. ഇതേ സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് എടുക്കുക, ഈ സ്റ്റാർ ഓപ്പറേറ്റർ യൂണറി സ്റ്റാർ വെച്ചിട്ടാണ് ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്യണ വേരിയബിളിലെ വാല്യൂ എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. ആദ്യം 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. മാർക്ക് എന്ന് പറഞ്ഞൊരു ഇൻറ്റീജർ വേരിയബിൾ, സ്റ്റാർ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ പോയിൻറ്റിങ് ടു ഇൻറ്റീജർ, ദെൻ വാൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വേരിയബിൾ, ദെൻ മാർക്ക് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, മാർക്ക് എന്നാണ് അതിൻ്റെ പേര്. മാർക്കിനകത്ത് 100 വെച്ചു. പി ഈക്വൽ ടു ആമ്പർസാൻഡ് മാർക്ക്. അപ്പോൾ പി എന്ന് പറയുന്നത് വേറൊരു വേരിയബിളാണ്. പി ഈക്വൽ ടു ആമ്പർസാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ പി ഈസ് പോയിൻറ്റിങ് ടു മാർക്ക്. ദെൻ അപ്പോൾ മാർക്കിനകത്തുള്ള വാല്യൂ നമ്മൾ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിനെയും വെച്ചിട്ടും പി വെച്ചിട്ടും ആക്സസ് ചെയ്യാൻ പറ്റണം. അത് ആക്സസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർ പി എന്നാണ് യൂസ് ചെയ്യുക. സ്റ്റാർ പി വാൽ ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ, വാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. വാലിനകത്തേക്ക് വാല്യൂ നമ്മൾ അസൈൻ ചെയ്യാൻ പോണ്. അതെന്താണ്? സ്റ്റാർ പി. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിലെ വാല്യൂ. അപ്പോൾ സ്റ്റാറിനെ നിങ്ങൾ എങ്ങനെ വേണം വായിക്കാമെന്ന് വെച്ചാൽ വാല്യൂ അറ്റ് അഡ്രസ്സ്, ഇങ്ങനെ വേണം വായിക്കാൻ. അതായത് സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് അഡ്രസ് പി. അപ്പോൾ പി എന്ന് പറഞ്ഞത് എന്താണ്? പോയിൻ്റർ വേരിയബിളാണ്. ഇതിനകത്തൊരു അഡ്രസ്സ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ വാല്യൂ അറ്റ് അഡ്രസ് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ അറ്റ് ദി അഡ്രസ് സ്റ്റോർഡ് ഇൻ പി. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. സപ്പോസ് മാർക്കിൻ്റെ അഡ്രസ്സ് 1000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പിയുടെ അകത്ത് എന്താ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? 1000 ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് പി പോയിൻറ്റ്സ് ടു മാർക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വാല്യൂ അറ്റ് അഡ്രസ് 1000, വാല്യൂ അറ്റ് അഡ്രസ് 1000 എന്താണ്? 100 അല്ലേ. 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിലിരിക്കുന്നത് 100 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതാണ് വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ വാൽ ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വാൽ ഈക്വൽ ടു വാല്യൂ സ്റ്റോർഡ് അറ്റ് അഡ്രസ് പി. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിൻ്ററിൻ്റെ അകത്ത് എന്ത് അഡ്രസ്സാണോ ഉള്ളത് ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂ എടുത്തിട്ട് വാൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോയിൻ്റർ വെച്ചുകൊണ്ട് അത് പോയിൻ്റ് ചെയ്യണ വേരിയബിളിലെ അഡ്രസ്സ് എടുക്കുക. ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഈ വാൽ ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വലൻറ്റ് ടു വാൽ ഈക്വൽ ടു സ്റ്റാർ ആമ്പർസാൻഡ് മാർക്ക്. ഇതെങ്ങനെയാണ് നോക്കാം. ആമ്പർസാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്രസ് ഓഫ് മാർക്ക്. അഡ്രസ് ഓഫ് മാർക്ക് എന്താണ്? 1000. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ അഡ്രസ് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞത് 1000 ആണ്. ദെൻ സ്റ്റാർ 1000, അതായത് വാല്യൂ അറ്റ് അഡ്രസ് 1000, അതെന്താണ്? 100 ആണ്. അപ്പോൾ വാൽ ഈക്വൽ ടു സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വലൻറ്റ് ടു വാൽ ഈക്വൽ ടു സ്റ്റാർ ആമ്പർസാൻഡ് മാർക്ക്. ദിസ് ഇസ് ഈക്വലൻറ്റ് ടു റൈറ്റിംഗ് വാൽ ഈക്വൽ ടു മാർക്ക്. കാരണം എന്താണ്? മാർക്കിൻ്റെ അഡ്രസ്സ് നമ്മൾ പിയിൽ വെച്ചു, എന്നിട്ട് പി പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണോ അവിടുത്തെ വാല്യൂ എടുത്തിട്ട് വാല്യൂ വെച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? വാല്യൂയിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്തത്? മാർക്കിലിരിക്കുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്തത്, മാർക്കിലിരിക്കുന്ന ഡേറ്റ അതാണ് അസൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ എഴുതിയ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും സെയിം ആണ്. വാൽ ഈക്വൽ ടു സ്റ്റാർ പി, ദെൻ വാൽ ഈക്വൽ ടു സ്റ്റാർ ആമ്പർസാൻഡ് മാർക്ക്, വാൽ ഈക്വൽ ടു മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ വേരിയബിളിലും എന്താണ് സ്റ്റോർ ചെയ്തതെന്നൊക്കെ. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. ഇവിടെ ഞാൻ 2 വേരിയബിൾസ് ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ. എക്സിൽ 10 അസൈൻ ചെയ്തു, വൈയിൽ 20 അസൈൻ ചെയ്തു. എന്നിട്ട് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിളും ഡിക്ലെയർ ചെയ്തു. സെഡ് 1.9 അസൈൻ ചെയ്തു. ഒരു പോയിൻ്റർ വേരിയബിൾ പി. ദെൻ പി ഈക്വൽ ടു ആമ്പർസാൻഡ് എക്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താ? പി ഈസ് പോയിൻറ്റിങ് ടു
ഇൻറ്റീജർ എക്സിൻ്റെ അഡ്രസ്സാണ് പിയിൽ വെച്ചത്. ഇനി ജസ്റ്റ് വാല്യൂ ഓഫ് എക്സസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്താണ് പ്രിൻ്റ് ആവേണ്ടത്? ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടണം. കാരണം എക്സിൽ നമ്മൾ വെച്ചത് എന്താണ്? 10 ആണ്. ദെൻ അഡ്രസ് ഓഫ് എക്സസ് എന്ന് പറഞ്ഞിട്ട് %x കൊടുത്തു. ഇവിടെ ഞാൻ %u ആണ് യൂസ് ചെയ്തത്. %u എന്ന് പറയുന്നത് അൺസൈൻഡ് ഇൻറ്റീജറിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺസൈൻഡ് ലോങ് ഇൻ്റ് ആയിരിക്കും നോർമലി ഒരു അഡ്രസ്സ് ഇൻറ്റീജർ ആയിരിക്കും, സൈൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അൺസൈൻഡ് ആണ്, ലോങ് ഇൻറ്റും ആയിരിക്കും അഡ്രസ്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് %u എന്ന് കൊടുത്തത്. അപ്പോൾ %x ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് റൺ ചെയ്യുന്ന സമയത്ത് എക്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഏതാണോ അതിൻ്റെ അഡ്രസ്സായിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ദെൻ p കണ്ടെയ്ൻസ് ദി അഡ്രസ് %u എന്നിട്ട് p പ്രിൻ്റ് ചെയ്യുക. വെറുതെ p പ്രിൻ്റ് ചെയ്താൽ പിയുടെ അകത്തെ കണ്ടൻറ്റാണ് പ്രിൻ്റ് ചെയ്യുക. നമ്മൾ വെറുതെ എക്സ് പ്രിൻ്റ് ചെയ്താൽ നമുക്ക് 10 എന്നല്ലേ വരിക, കാരണം എക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തത് 10 ആണ്. അപ്പോൾ വെറുതെ p പ്രിൻ്റ് ചെയ്താൽ പിയുടെ അകത്തെ കണ്ടൻറ്റാണ് വരിക. പിയുടെ അകത്ത് എന്താ ഉള്ളത്? ഒരു അഡ്രസ്സാണുള്ളത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അത് അൺസൈൻഡ് ലോങ് ഇൻ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ u എന്ന് കൊടുത്തത്, %u കൊടുത്തത്. അപ്പോൾ പിയുടെ അകത്തുള്ള അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യും. പിയുടെ അകത്തുള്ള അഡ്രസ്സ് എന്തായിരിക്കും? എക്സിൻ്റെ അഡ്രസ്സായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും, അതായത് രണ്ടാമത്തെ പ്രിൻ്റ് മൂന്നാമത്തെ പ്രിൻ്റ് ചെയ്യേണ്ട വാല്യൂ ഒന്ന് തന്നെയാണ്, കാരണം എക്സിൻ്റെ അഡ്രസ്സാണ് പിയിൽ വെച്ച്. ദെൻ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ p, അതായത് p പോയിൻ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? എക്സിലേക്കാണ്. അപ്പോൾ p പോയിൻറ്റ്സ് ടു വാല്യൂ എന്ന് പറഞ്ഞാൽ p എന്ന് പറയുമ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ ഇതിന് ഇവിടെയും കിട്ടേണ്ടത് 10 ആണ്, കാരണം p പോയിൻ്റ് ചെയ്യുന്നത് എക്സിലേക്കാണ്, എക്സിനകത്ത് 10 ആണുള്ളത്. ദെൻ അഡ്രസ് ഓഫ് p, നമുക്ക് എക്സിൻ്റെ ഒരു അഡ്രസ്സ് ഉള്ള പോലെ പിക്കും ഒരു അഡ്രസ്സ് ഉണ്ടാവില്ലേ, അതിൻ്റെ അഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ %p യൂസ് ചെയ്താൽ മതി. എക്സിൻ്റെ അഡ്രസ്സ് എടുക്കാൻ നമ്മൾ %x ആണ് എടുത്തത്. ഇനി p പോയിൻ്റർ വേരിയബിൾ ആണെങ്കിലും വേറെ എന്ത് വേരിയബിൾ ആണെങ്കിലും ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കാൻ നമ്മൾ % ആണ് കൊടുക്കുക. അപ്പോൾ %p എന്ന് പറഞ്ഞാൽ p എവിടെയാണ് സ്റ്റോർ ചെയ്തതെന്നും കിട്ടും. ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഈ പോയിൻ്ററിനെ വേറൊരു വേരിയബിളിലേക്ക് പോയിൻ്റ് ചെയ്യുകയാണ്, p = %y. അപ്പോൾ ആദ്യം എക്സിലേക്കായിരുന്നു പോയിൻ്റ് ചെയ്തത്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നു കഴിയുമ്പോൾ p വൈയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. നൗ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ എന്ന് പറഞ്ഞിട്ട് p പ്രിൻ്റ് ചെയ്തത്. p പോയിൻ്റ് ചെയ്യുന്നത് വൈയിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത്? 20 എന്ന ഔട്ട്പുട്ട് വരണം. അതിനുശേഷം അടുത്ത അസൈൻമെൻറ്റ് p =$y %z. പക്ഷേ p എന്ന് പറയുന്നത് പോയിൻറ്റിങ് ടു ഇൻറ്റീജർ ആണെന്നാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഇവിടെ അസൈൻ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇത് എററൊന്നും കാണിക്കില്ല, ഇവിടെ ഒരു വാണിംഗ് കാണിക്കണം. ദെൻ നൗ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ p, അതായത് p ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? സെഡിലേക്കാണ്. സെഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സെഡിൽ എന്താ ഉള്ളത്? 1.9. പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്യില്ല, കാരണം എന്താണ്? സെഡ് ഫ്ലോട്ടാണ്, p പോയിൻ്റ് ചെയ്യുന്നത് ഇൻറ്റിജറിലേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ 4 ബൈറ്റ് ആക്സസ് ചെയ്യണം, ഇൻറ്റിജർ ആക്സസ് ചെയ്യണമെങ്കിൽ 2 ബൈറ്റ് ആക്സസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് വാല്യൂ 1.9 സ്റ്റോർ ചെയ്ത ആ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ അങ്ങനെ ഇത് ആക്സസ് ചെയ്യില്ല, 2 ബൈറ്റാണ് ആക്സസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും, അതായത് സെഡിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടില്ല. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത സമയത്ത് ഒരു എറർ വന്നു, അസൈൻമെൻറ്റ് ഫ്രം ഇൻകോമ്പാറ്റിബിൾ പോയിൻ്റർ ടൈപ്പ് p = %z. എറർ ഒന്നുമില്ല. ഇനി റൺ ചെയ്യാണ്. വാല്യൂ ഓഫ് എക്സസ് 10, നമ്മൾ %dx എന്നാണ് അവിടെ കൊടുത്തത്. അഡ്രസ് ഓഫ് എക്സസ് എന്ന് പറഞ്ഞിട്ട് %x കൊടുത്തിരുന്നു, അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തു. ദെൻ p കണ്ടെയ്ൻസ് ദി അഡ്രസ് എന്ന് പറഞ്ഞിട്ട് പിയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുക ചെയ്തത്. പിയിലുള്ളത് എക്സിൻ്റെ അഡ്രസ്സ്, അപ്പോൾ ഇവിടെ കിട്ടിയ രണ്ടും സെയിം ആണ്. ദെൻ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്താ അവിടെ കൊടുത്തത്? p ആണ് കൊടുത്തത്. ദെൻ അഡ്രസ് ഓഫ് p എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ %p പ്രിൻ്റ് ചെയ്തിരുന്നു. ഇതിൽ നമുക്കത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തു എന്ന് മാത്രം. p സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ അഡ്രസ്സിലാണ്. അതിനുശേഷം നമ്മൾ y അസൈൻ ചെയ്തു, വൈയുടെ അഡ്രസ്സ് അസൈൻ ചെയ്തു പിയിൽ. നൗ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ 20, വൈയുടെ വാല്യൂ 20 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ z അസൈൻ ചെയ്തു. സെഡിൽ എന്താ ഉണ്ടായിരുന്നത്? 1.9 ആണല്ലോ, പക്ഷെ ഇവിടെ വന്നത് എന്താ? നൗ p പോയിൻറ്റ്സ് ടു ദി വാല്യൂ എന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു വലിയ വാല്യൂ വന്നത്. അതിന് കാരണം നമ്മൾ ഇൻറ്റിജർ പോയിൻ്ററിനെ എടുത്തിട്ട് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളിലേക്ക് കൊടുത്തതുകൊണ്ടാണ്. അതേസമയം z ഇൻറ്റിജർ ആയിരുന്നു വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് വാല്യൂ പ്രിൻ്റ് ചെയ്യുമായിരുന്നു.